ഹലോ നമസ്കാരം കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവിടെ എങ്ങനെയുണ്ട്? മഴയും കാറ്റൊക്കെയാണോ? അതോ മഴയില്ലല്ലേ? പിന്നെ മഴ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഓക്കെ, ഞാൻ ഇന്നേ എന്തൊരു കാര്യം പറയുന്നതെന്നറിയാമോ? എൻ്റെ ഒരു ഫ്രണ്ട്, അവളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇസ്രായേലിലുണ്ട്. അവൾ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്. നല്ല പോലെ സ്ട്രഗിൾ ചെയ്ത്, അവളുടെ വീട്ടിലെ ഇമയാണല്ലോ അത്ര വലിയ ഓക്കെ അല്ല. അവൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് അവൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്താ, അവൾ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞു വന്നിട്ട്. അപ്പം ഈ ഒരു വർഷം അവൾ ഈ ഉണ്ടാക്കിയ പൈസ മൊത്തം നാട്ടിലേക്ക് അയച്ചു. ഒരു രൂപ പോലും വെച്ചാൽ എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയില്ല, എന്നാലും അവൾ അങ്ങനെ സേവ് ചെയ്യാറില്ല. നാട്ടിലെ കടങ്ങൾ തീർക്കാനും കുട്ടികളുടെ കാര്യത്തിനും ഒക്കെ നാട്ടിലേക്ക് പൈസ അയച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടൂർ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനിങ്ങനെ അവളോട് പറഞ്ഞു, എടി നമുക്കൊന്ന് പോയാലോ, നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ആവണ്ടേ. നമ്മളീ പറഞ്ഞ വന്ന സമയത്ത് കൂട്ടുകാരുമായിട്ട് കൂടിയതാണ്, പിന്നെ കഴിഞ്ഞ് കൂട്ടുകാരെ പോലും ഇങ്ങനെ നേരെ കാണാനോ ഒരു രാത്രി കൂടെ ഇറങ്ങാനോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മളീ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ ഡേ നൈറ്റ് നമ്മൾ ജോലി ചെയ്യണു, രാത്രിയിൽ നമുക്ക് നന്നായിട്ട് നമ്മളങ്ങനെ ബോധം കെട്ട് ഉറങ്ങിയ കാലം മറന്നു എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കും. ഒരു വിളി കേട്ടാൽ നമ്മൾ ഓടി ചെന്ന് നോക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അവിടെ നമ്മളോട് നീ വരുന്നോ, നമുക്ക് ഒരു ദിവസം ഒന്ന് റിലാക്സ് ആവാൻ ഇറങ്ങാൻ, ഫാമിലിയോട് സംസാരിക്കുക. ഇവളെന്ത് ചെയ്തു, ഇവളൊരു ഹസ്ബൻഡിനോടെല്ലാം ചോദിച്ച് പെർമിഷൻ ചോദിച്ച് അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പം ഇവളിങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു, ചേട്ടാ ഇതുപോലെ ശിവ പറഞ്ഞു നമുക്ക് ഞങ്ങളൊരു ടൂറിന് പോകാം, അങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ഈ ഭർത്താവ് പറഞ്ഞ മറുപടി അറിയാമോ? അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞതൊരു വ്യത്യാസമുണ്ട്. ചേട്ടാ അവൾ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എടുത്ത് വായിച്ചു വെച്ചു, എടി എത്ര രൂപ ആകും പോകാനായിട്ട്? അപ്പോൾ അവൾ പറഞ്ഞു അല്ല അങ്ങനല്ല. ഇവൾ പറഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഇവൾ പറഞ്ഞു, ചേട്ടാ ഇതുപോലെ ടൂറുണ്ട്, ഇവിടുത്തെ ഒരു ഇത്ര ശക്കലാവും, നാട്ടിലെ ഒരു 30,000 രൂപയാകും പോകാനായിട്ട്. ഈ പുള്ളി അത് കേട്ടതും എടുത്ത ഇവളോട് മറുപടി പറയണേ, നിനക്കൊന്നും വേറെ പണിയില്ലേ? നീയൊക്കെ ഈ പറഞ്ഞ പോലെ എന്തിനാ 30,000 രൂപ കളയുന്നേ? നിനക്കൊന്നും വേറെ പണിയില്ല, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ. ആ ചേട്ടനോട് എൻ്റെ ഒരു ഉപദേശമായിട്ട് കരുതിയാൽ മതി. ഞാനിതെൻ്റെ ഫ്രണ്ടിനോട് റിക്വസ്റ്റ് വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാണ്. നിൻ്റെ പേരൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ ചേട്ടനോട് ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ്റെ വീഡിയോ കാണുമല്ലോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അവൾ പ്രവാസിയായത് നിങ്ങളുടെ ബുദ്ധിമുട്ട് കറിഞ്ഞിട്ടാണ് ഇല്ലേ? നിങ്ങളുടെ വിഷമം കണ്ട് നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന ഡ്രീമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വലായിട്ടുള്ളൊരു ഡ്രീമിനകത്ത് അവളെ കൊണ്ട് പറ്റുന്ന ഒരു സംഭാവന നൽകാൻ അവൾ വന്ന് കയറി. അല്ലാണ്ട് അവൾ ഈ പ്രവാസം ആഗ്രഹിച്ച് സ്വീകരിക്കുന്നതല്ല. ഒന്നുകിൽ അവളുടെ അവസ്ഥ, അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം, ഇത് രണ്ടിൽ ഒന്നാണ് അവളെ പ്രവാസിയാക്കിയത്. ഇതിൽ അവൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ സുഖമല്ല ഇവിടുത്തെ ജീവിതം. ചിലപ്പോൾ പണികൾ കുറവായിരിക്കാം, വലിയ ജോലി ഉണ്ടാവില്ല, പക്ഷേ മെൻ്റലി ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് പറഞ്ഞു തന്നാൽ മനസ്സിലാവുള്ളൂ. അത് പ്രവാസി ആയൊരു വ്യക്തിക്കേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പ്രവാസം ഒരിക്കലെങ്കിലും നടത്തിയാക്കേ മനസ്സിലാവുള്ളൂ. നാട്ടിൽ നിന്നപ്പോഴും ഞാൻ പറഞ്ഞു, എന്ത് പൈസ ഉണ്ടാക്കാൻ പോയിക്കല്ലേ, അവർക്ക് എന്താ കുഴപ്പം, പൈസ ഉണ്ടല്ലോ. പക്ഷേ പൈസയ്ക്ക് അപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്. അവൾ ആ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സ്ട്രഗിളിങ് ഒരു പക്ഷേ ചേട്ടനോട് പറഞ്ഞില്ലെങ്കിലും അതെനിക്കറിയാം. കുറേയൊക്കെ ഒരു പരിധി വരെ, അവളെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു പരിധി വരെ എനിക്കറിയാം. അവൾ ആ ഒരു ദിവസം പോകാൻ ആഗ്രഹിച്ച് നിങ്ങളോടൊരു പെർമിഷൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി വേണം അവൾക്കത് ചെയ്യാനെന്നുള്ള ആഗ്രഹത്തിലാണ്. അവൾ ചോദിക്കുന്നത്, ചേട്ടാ ഞാനിങ്ങനെ അവർ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് പോട്ടെ. ഒരു വർഷം മാസം മിനിമം ഒരു 2 ലക്ഷം രൂപ വെച്ച് സാലറി നാട്ടിലേക്ക് അയച്ചു. അവൾ ഒരു 24 ലക്ഷം രൂപകൾ അവൾ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഇല്ലേ? ആ 24 ലക്ഷത്തിൽ ഒരു 30,000 രൂപയ്ക്കാണ് അവൾക്ക് ടൂറിന് പോകാനാവുന്നത്. 30 പോട്ടെ, ഒരു 50 ആയെന്ന് വെച്ചോ, 30 ആവുന്നുള്ളൂ, 30 താഴെ ആവുന്നുള്ളൂ, എന്നൊരു 50 കൂട്ടിക്കോ. 50 ആണെങ്കിൽ പോലും ഈ 24 ലക്ഷത്തിൽ 50,000 രൂപ അവൾക്ക് അവിടെ ഇഷ്ടത്തിന് ചിലവാക്കാൻ പറ്റില്ലേ? അതെന്താണ് അവിടെ അവൾ അങ്ങനെ ചിലവാക്കുന്നതിലുള്ള തെറ്റെന്താ? അവളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ത്യജിച്ച് 1 രൂപ പോലും അവൾ ചിലവാക്കാതെ, അവൾ ആഗ്രഹിച്ചൊരു ഫുഡ് കഴിക്കാതെ അവൾ ഇത്രയും പൈസ ഉണ്ടാക്കുന്നില്ലേ? അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യണില്ലേ? അവൾ വീട്ടിൽ ചിലവിന് കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് 2 കൊച്ചുമക്കളായതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റില്ല. അവൾ അത്രയൊക്കെ ചെയ്തു തരുന്നില്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയാവോ? ആണോ എടി, എവിടെ അടി പോകുന്നേ? നീ പൊക്കോടി, പോയിന്ന് റിലാക്സ് ആവുക, നീ ഇത്രയും കാലമായിട്ട് ഇത്രയും സഫർ ചെയ്ത് കിടക്കണല്ലേ. നിങ്ങളുടെ ആ ഒരു വാക്ക് മതി അവളെ എന്തോരം സന്തോഷമാക്കുമെന്ന് അറിയാവോ? അവൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ കൂടുതൽ രീതിയിൽ നിങ്ങളെ അവൾ കെയർ ചെയ്യും, നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു വാക്ക് മതി. 24 ലക്ഷം രൂപയോളം നിങ്ങൾക്കായിട്ട് അവൾ തന്നു. അതിൽ അവൾ ഇത്ര സമ്പാദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ 24 ലക്ഷം രൂപയോളം അവൾ നിങ്ങൾക്ക് തന്നു.
ആ പൈസയിൽ നിന്നും ഒരു 30,000 രൂപയാണ് അവൾ ടൂറിന് പോകാൻ വേണ്ടി എടുക്കട്ടെ, ചേട്ടാ ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ കളിക്കാതെ എന്നാൽ നീ ഒന്ന് പോയിട്ട് വാടി, നീ ഒന്ന് റിലാക്സ് ആവുമല്ലോ അന്ന് പറഞ്ഞിട്ട് ഒന്ന് ചേർത്ത് നിർത്തി നോക്കിയേ. ആ പെണ്ണായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. നിങ്ങൾ അവളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറാണെന്ന് ഓർത്തിട്ട് അവൾ നിങ്ങളെ നെഞ്ചോട് ചേർക്കും. അവൾ 100 പേരോട് പറയുക കാര്യം, ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞടി, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞടി എന്ന് അവൾ പറയുന്നതിൽ തന്നെ അവൾക്കൊരു സന്തോഷം കിട്ടും. മറ്റൊരു സന്തോഷവും ഇല്ലടോ ഇവിടെ. ഈ പറഞ്ഞതുപോലെ 4 റീല് ചെയ്താലും ഓരോരുത്തർ ഓരോ രീതിയിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഒരു 4 റീല് ചെയ്താലും കിട്ടുന്ന ആ ഒരു സന്തോഷത്തിനപ്പുറമാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു തോന്നുമ്പോൾ. അതുകൊണ്ട് പ്രവാസികളായ അതാണായാലും പെണ്ണായാലും പ്രവാസിയായ വ്യക്തിയുടെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ പറയുകയാണ്, അമ്മ ഒന്ന് വിളിക്കുമ്പോൾ അല്ല അച്ഛനൊന്ന് വിളിക്കുമ്പം ഒന്ന് വന്ന് ഫോൺ എടുത്ത് സംസാരിക്കുക. അച്ഛാ എന്നോട് വിശേഷം സുഖമാണോ, അച്ഛൻ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ അമ്മ ഭക്ഷണം കഴിച്ചോ, അമ്മയ്ക്ക് സുഖമാണോ അവിടെ, അല്ല എടി നീ ഭക്ഷണം കഴിച്ചാ, നിനക്ക് എന്തുണ്ട് വിശേഷം അവിടെ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നെടി എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. ചിലപ്പോൾ ഉണ്ടല്ലോ അവർക്ക് അത്രയും ദിവസത്തെ ആ സ്ട്രെസ്സ് നിങ്ങളുടെ 2 വാക്കി തീരും. ആ സ്ഥാനത്ത് നിനക്ക് എന്നാ കുഴപ്പമിവിടെ, നിനക്ക് എൻ്റെ എന്നാ പണിയാണ് അവിടെ, നിനക്കിവിടെ നീ ഇവിടെ സുഖിക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ സങ്കടം ഇരട്ടിയാവാനേ നിങ്ങൾ അതിന് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പം അവളുടെ സ്വഭാവം മാറും, അവളുടെ റിയാക്ഷൻ മാറും, അവൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷേ ആ ദേഷ്യപ്പെടലിനെ മാത്രമേ നിങ്ങൾ വലുതായി കാണുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തതുകൊണ്ട് അവൾ ദേഷ്യപ്പെട്ടു നിങ്ങൾ ചിന്തിക്കില്ല. അപ്പം ഇതെന്തോ എനിക്ക് കേട്ടപ്പോൾ എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. ഒന്ന് മൈൻഡ് ചെയ്യേ, അപ്പോൾ ചിലപ്പോൾ അവർ തിരിച്ച് നിങ്ങൾക്ക് ഏറെ തരും. അതായത് നിങ്ങൾ 100 കൊടുക്കുക, അവർ 200 തിരിച്ചു തരും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.